Dear students, welcome back to my online class. Very good morning to all of you. Today we will discuss about new chapter arrays. It's a new topic. Please listen carefully. So we will go to the slides. Arrays. Second chapter arrays ആണ്. So എന്താണ് array? An array is a collection of elements of the same type placed in contiguous memory location. Arrays are used to store a set of values of the same type under a single variable name. So നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഭാഗമാണ് array. എന്താണ് array? array എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നമുക്ക് സെറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ഒരുമിച്ച് കിട്ടുകയാണ്. നമുക്ക് വേരിയബിൾസ് കുറേ വാല്യൂസ് അറ്റ് എ ടൈമിൽ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാം, അടുപ്പിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന വേണ്ടി യൂസ് ചെയ്യുന്ന ഇതാണ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, സാധാരണ രീതിയിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻറ്റ് എ എന്നാണ്. പ്രോഗ്രാമിൻ്റെ മെയിൻ ഫങ്ഷൻ കഴിഞ്ഞ് നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്യും? ഇൻറ്റ് എ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യും. A is an integer variable with a 4 bytes memory space. നമുക്കറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്ക് വേണ്ടിയിട്ട് 4 bytes മെമ്മറി സ്പേസ് അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി സാധാരണ ഒരു വേരിയബിളിൽ ഇനി നമ്മൾ അറേ ആയി ഡിക്ലെയർ ചെയ്യാണ്. ഇൻറ്റ് എ ബ്രാക്കറ്റ്സ് ഇടുന്നു, 10 എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്ന അറേയുടെ പേരാണ്. അതിനൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതാണ് ഇൻറ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻറ്റ് ആണ്. നമുക്ക് കാറ് കൊടുക്കാം, നമുക്ക് ഫ്ലോട്ട് കൊടുക്കാം, നമുക്ക് ഡബിൾ കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മെമ്മറി ലൊക്കേഷൻസ് അടുപ്പിച്ചുള്ള മെമ്മറി ലൊക്കേഷൻസിൽ നമുക്ക് നമ്പേഴ്സ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 10 മെമ്മറി ലൊക്കേഷൻസ് വിത്ത് 4 bytes. സോ വി ക്യാൻ സ്റ്റോർ 10 ഇൻറ്റീജർ വാല്യൂസ്. ഇവിടെ ഇൻറ്റ് എ ഓഫ് 10 എഴുതിയിട്ടുണ്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അടുപ്പിച്ച് 10 മെമ്മറി ലൊക്കേഷൻസ് കിട്ടുകയാണ്. ഓരോ മെമ്മറി ലൊക്കേഷനും 4 bytes വെച്ചിട്ട് 10 എണ്ണം നിങ്ങൾക്ക് കിട്ടുന്നു. ആ 10 എണ്ണത്തിൽ അടുപ്പിച്ച് നമുക്ക് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. കളക്ഷൻ ഓഫ് വാല്യൂസ് നമുക്ക് അറ്റ് എ ടൈമിൽ ഒരേ ടൈപ്പ്, അതായത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻറ്റ് ആണ്. അപ്പോൾ ഒരേ നമ്പർ പോലെയുള്ള വാല്യൂസ് നമുക്ക് അടുപ്പിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതാണ് എന്ത് അറേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പേരിടും, ബ്രാക്കറ്റ്സ് ഇടും, അതിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ സൈസ് എത്ര മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് വേണം, ആ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നിന്ന് എത്ര മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് വേണം, അതാണ് നമ്മൾ ഏതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്? ഈ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡിക്ലെയറിംഗ് അറേസ്. Just like the ordinary variable, the array is to be declared properly before it is used. Array ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വേരിയബിൾസ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്? മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മളത് ഡിക്ലെയർ ചെയ്യും. എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? വേരിയബിളിൻ്റെ പേര് വെച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്ത് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്തോ, വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തോ, ആ വേരിയബിളിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ അറേക്ക് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്യണം? അറേ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. എങ്ങനെയാണ്, എന്താണ് സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് പ്രോഗ്രാമിൽ ഡിക്ലറേഷൻ നടക്കുന്നത്, ഐ മീൻ സിൻടാക്സ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോഗ്രാമിൽ അത് യൂസ് ചെയ്യുന്നത്, ആ ലൈൻ എങ്ങനെ തോന്നിയ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഡിക്ലെയർ ചെയ്യാൻ. ദാറ്റ് ഈസ് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. ഇവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് അറേ വേരിയബിൾ ക്യാൻ സ്റ്റോർ. അറേ വേരിയബിളിനുള്ളിലുള്ള മെമ്മറി ലൊക്കേഷൻസിൽ എന്ത് ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതാണ് ഡാറ്റ ടൈപ്പിൽ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇൻറ്റ് കൊടുക്കാം, ഫ്ലോട്ട് കൊടുക്കാം, ദെൻ ഡബിൾ, ചാരൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും.
ഇപ്പം നമ്മൾ ഇൻറ്റു കൊടുത്തു കഴിഞ്ഞാൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. ഫ്ലോട്ടാണ് ഡാറ്റ ടൈപ്പിൽ കൊടുക്കുന്നതെങ്കിൽ പോയിന്റ് വരുന്ന നമ്പേഴ്സ് നമുക്ക് കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, കളക്റ്റീവ് നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ദെൻ ചാറാണെങ്കിൽ നമുക്കതിൽ ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റോർ ചെയ്യാം. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ഇൻറ്റ് നം ഓഫ് 10 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻറ്റ് നം ഓഫ് 10 എന്ന് കൊടുത്തിരിക്കുന്നതിൽ എന്താണ് നമുക്ക് പറ്റുന്നത്? 10 മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് അലോ ചെയ്ത് കിട്ടുന്നു. ആ 10 എണ്ണത്തിലും നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അടുപ്പിച്ചടുപ്പിച്ച് 10 ലൊക്കേഷൻസ്, ഓരോ മെമ്മറി ലൊക്കേഷൻ 4 ബൈറ്റ്സ് വെച്ചിട്ട്. സാധാരണ രീതിയിൽ ഇൻറ്റ് നംന്ന് മാത്രം കൊടുക്കണമെങ്കിൽ നമ്മിന് വേണ്ടി 4 ബൈറ്റ്സ് കിട്ടുന്നു, അത്രേ കിട്ടുള്ളൂ. പക്ഷെ ബ്രാക്കറ്റ്സിൽ നമ്മൾ 10 കൂടെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെമ്മറിയിൽ നിന്ന് കളക്ഷൻ ഓഫ് വാല്യൂസ് നമുക്ക് അറ്റ് എ ടൈമിൽ ഒരുമിച്ച് കിട്ടുകയാണ്. അപ്പോൾ ഇതിനാണ് അറേ എന്ന് പറയുന്നത്. Each item in an array is called an element of the array. ഓക്കെ, ഓരോ മെമ്മറി ബ്ലോക്സും ഓരോ ബ്ലോക്കിനുള്ളിൽ നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. അതിനെയാണ് എന്ത് പറയുന്നത്? എലമെന്റ് ഓഫ് ദി അറേ എന്ന് പറയും. ദ എലമെന്റ്സ് ഇൻ ദ അറേ ആർ സ്റ്റോർഡ് സീക്വൻഷ്യലി ആസ് ഷോൺ ഇൻ ഫിഗർ. ഫിഗർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇങ്ങനെയാണ് ബ്ലോക്സ് കിട്ടുക. അടുപ്പിച്ചടുപ്പിച്ച് 10 ബ്ലോക്സ് നമുക്ക് കിട്ടും. The first element is stored in the first location, the second element is stored in the second location, and so on. Num of 0, num of 1, num of 2, num of 3, num of 4, num of 5, num of 6, num of 7, num of 8, num of 9. അപ്പം ഇൻറ്റ് നം ഓഫ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാലും നം ഓഫ് 0 മുതലാണ് അതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നം ഓഫ് 0 മുതൽ നം ഓഫ് 9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 എലമെന്റ്സ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എലമെന്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നം ഓഫ് 0. സെക്കൻഡ് എലമെന്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നത് നം ഓഫ് 1 ഉള്ളിൽ നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. നം ഓഫ് 2 ഉള്ളിൽ നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. അങ്ങനെ അപ് ടു നം ഓഫ് 9 ഉള്ളിൽ വരെ നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ഇൻ ആൻ അറേ. അറേയിൽ എങ്ങനെയാണ് എലമെന്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. If an array is declared as int num of 10, then the possible index values are from 0 to 9. Num of 10 നമ്മൾ ഡിക്ലെയർ ചെയ്യും, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് എവിടെ നിന്നാണ്? 0 മുതൽ 9 വരെ. ദാറ്റ് ഈസ് നം ഓഫ് 0യിൽ ഒരു എലമെൻറ്റ്, നം ഓഫ് 1ൽ ഒരു എലമെൻറ്റ്, അപ് ടു നം ഓഫ് 9 വരെ എലമെൻറ്റ്. അതിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നം ഓഫ് 0. ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ പറയുന്നത് നെയിം എന്താണ്? നം ഓഫ് 0. സെക്കൻഡ് എലമെൻറ്റ് നമ്മൾ പറയുന്നത് നം ഓഫ് 1. ഓരോ എലമെൻറ്റിൻ്റെ മെമ്മറി ലൊക്കേഷൻ നമ്മൾ പേര് കൊടുക്കുന്നുണ്ട്. ദ ഫസ്റ്റ് എലമെൻറ്റ് ക്യാൻ ബി റെഫറൻസ്ഡ് ആസ് നം ഓഫ് 0. ദ ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് നം ഓഫ് 1, നം ഓഫ് 9. അങ്ങനെയാണ് പറയുന്നത്. The subscripted variable num0 is read as num of 0 or num0. നമുക്ക് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് അത് റീഡ് ചെയ്യുന്നത്, വായിക്കുന്നത് ഇങ്ങനെയാണ് നം ഓഫ് 0 അല്ലെങ്കിൽ num0. ഈ രണ്ട് രീതിയിൽ നമുക്കതിനെ പറയാൻ പറ്റുന്നു. നെക്സ്റ്റ്, മെമ്മറി അലോക്കേഷൻ ഫോർ അറേസ്. മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നത് അറേയുടെ ഉള്ളിൽ? അറേ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ? ഇപ്പോൾ ഇവിടെ നോക്കൂ, ദ എമൗണ്ട് ഓഫ് സ്റ്റോറേജ് റിക്വയർഡ് ടു ഹോൾഡ് ആൻ അറേ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ടൈപ്പ് ആൻഡ് സൈസ്. ടൈപ്പിനെയും സൈസിനെയും റിലേറ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇൻറ്റ് നം ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് വെച്ചിട്ടുണ്ട്, അറേയുടെ പേരെന്താണ്? നമ്മാണ്. ബ്രാക്കറ്റിൽ സൈസ് എത്രയാണ്? 5 കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്താ ഉദ്ദേശിക്കുന്നത്? 5 മെമ്മറി ബ്ലോക്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരണം. എന്തിനാണ്? നമുക്ക് 5 എലമെന്റ്സ് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇൻറ്റ് നംന്ന് മാത്രമേ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഓൺലി 4 ബൈറ്റ്സ്, ഒരു മെമ്മറി ലൊക്കേഷൻ മാത്രം, അതിൽ ഒരു വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻറ്റ് നം ഓഫ് 5 എന്ന് പറഞ്ഞാലോ നമുക്ക് 5 മെമ്മറി ലൊക്കേഷൻസ് കിട്ടണം, ഓരോന്നും 4 ബൈറ്റ്സ് വെച്ചിട്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, മെമ്മറി അലോക്കേഷൻ ഫോർ ആൻ ഇൻറ്റീജർ അറേ. നം ഓഫ് 0ക്ക് വേണ്ടി 4 ബൈറ്റ്സ് കിട്ടും, നം ഓഫ് 1ന് വേണ്ടി 4 ബൈറ്റ്സ് കിട്ടും, നം ഓഫ് 2ന് വേണ്ടി 4 ബൈറ്റ്സ്, നം ഓഫ് 3ക്ക് വേണ്ടി 4 ബൈറ്റ്സ്, നം ഓഫ് 4ന് വേണ്ടി 4 ബൈറ്റ്സ്. കാരണം എന്താ? ഇൻറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും മെമ്മറി സ്പേസ് ഓരോ എലമെൻറ്റിനും കിട്ടുന്നു. ഓരോ എലമെൻറ്റിനും ഫസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനും 4 ബൈറ്റ്സ് കിട്ടും, സെക്കൻഡ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ്സ് കിട്ടും, തേർഡ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ 4. അങ്ങനെ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക്
ഇങ്ങനെ ഓരോ എലമെൻറ്റിനും 4 ബൈറ്റ്സ് വെച്ച് 5 അതിൻ്റെ ബാക്കിലുള്ള റൈസ് എത്രയാണോ അത്രയും മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ചാറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര ബൈറ്റ് വെച്ചിട്ട് ഓരോ എലമെൻറ്റിനും കിട്ടും? 1 ബൈറ്റ് വെച്ചിട്ട് ഓരോ എലമെൻറ്റിനും കിട്ടും. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 1001 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അസ്യൂം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഒരു അഡ്രസ്സ് അസ്യൂം ചെയ്തിട്ട് അത് പേര് കൊടുത്തിരിക്കുകയാണ്. 1000 മുതൽ 1003 വരെ, അതായത് 4 ബൈറ്റ് നം 0ക്ക് കൊടുക്കുന്നു, അടുത്ത 4 ബൈറ്റ് നം 1ന് കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ 4 ബൈറ്റ് വെച്ചിട്ട് ഓരോ ലൊക്കേഷനും കിട്ടും. കാരണം എന്താ, ഇൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റിനും 4 ബൈറ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമുക്കിവിടെ എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാം? 5 വാല്യൂസ് നമുക്ക് ഓരോ നം ഓഫ് 0ൽ ഒരെണ്ണം, നം ഓഫ് 1ൽ ഒരെണ്ണം, നം ഓഫ് 2ൽ ഒരെണ്ണം, നം ഓഫ് 3, നം ഓഫ് 4ൽ ഓരോ മെമ്മറി ബ്ലോക്സിലും നമുക്ക് വാല്യൂസ്. അപ്പോൾ 5 വാല്യൂസ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ കളക്ഷൻ ഓഫ് വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. അത് അടുത്തടുത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. ഒരേ പോലത്തെ വാല്യൂസ്, അതായത് ഇവിടെ നമ്പറാണ്, നമ്പർ നമുക്ക് ഈ 5 സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. This figure shows memory allocation for first 5 elements. Each element carries 4 bytes. The memory space allocated for an array can be computed using the following. അതായത് ഒരു അറേക്ക് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. എങ്ങനെയാണ് ടോട്ടൽ ബൈറ്റ്സ് എന്ന് പറയുന്നത്? സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. എക്സാമ്പിൾ നോക്കൂ, ഇൻറ്റ് എ ഓഫ് 10 എന്നൊരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര ബൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ അറേക്ക് വേണ്ടി നമുക്ക് നോക്കാം. അതായത് total bytes allocated for the array declared as int will be, നോക്കൂ, സൈസ് ഓഫ് അറേ ടൈപ്പ്. അറേ ടൈപ്പിന്റെ സൈസ് ഏതാണ്? അറേ ടൈപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ്. ഈ അറേയുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റ് ആണ്. സൈസ് ഓഫ് ഇന്റ് എന്ന് പറയുന്നത് എത്രയാ? 4 ഇൻറ്റു സൈസ് ഓഫ് അറേ. സൈസ് ഓഫ് അറേ എന്ന് പറയുന്നത് എത്രയാ? ബ്രാക്കറ്റ്സിൽ നോക്കൂ, 10 ആണ്. അപ്പോൾ 4 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 40 ബൈറ്റ്സ് ഈ പറയുന്ന ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറയുന്ന അറേക്ക് വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള മെമ്മറിയിൽ നിന്ന് 40 ബൈറ്റ്സ് ഓഫ് സ്പേസ് ഇതിന് അലോക്കേറ്റ് ചെയ്തു. കാരണം എന്താ, ഇവിടെ 10 എലമെന്റ് ഉണ്ട്. 10 എലമെന്റിനും ഓരോ എലമെന്റിനും 4 ബൈറ്റ് വെച്ച് കിട്ടുന്നു. അപ്പോൾ എത്രയായി? 4 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 40 ബൈറ്റ്സ് ഓഫ് സ്പേസ് ഈ അറേക്ക് വേണ്ടിയിട്ട് കിട്ടുന്നു. അതാണ് ഫോർമുല വെക്കുന്നത്. ടോട്ടൽ ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ്, ദാറ്റ് ഈസ് ഡാറ്റ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. എത്ര സൈസ് ഉണ്ട്, ആ ബ്രാക്കറ്റ്സിലാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40 ബൈറ്റ്സ്. അപ്പോൾ ഈ അറേക്ക് വേണ്ടിയിട്ട് 40 ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, അറേ ഇനിഷ്യലൈസേഷൻ. ഇവിടെ 3 അറേ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് സ്കോർ ഓഫ് 5, in car code of 6, float of WGPA of 7. Int score of 5 is equal to 98, 87, 92, 79, 85. Okay. അപ്പോൾ ഇതിൽ സ്കോർ ഓഫ് 5 എന്ന് പറയുമ്പോൾ 5 എലമെൻറ്റ്സ് നമുക്ക് ഈ സ്കോർ എന്ന് പറയുന്ന അറേ പേരിലുള്ള മെമ്മറി ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇൻറ്റ് സ്കോർ ഓഫ് 5 എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറയാം. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കോർ ഓഫ് 5 എന്ന് പറയുന്ന അറേക്ക് വേണ്ടിയിട്ട് 5 മെമ്മറി ലൊക്കേഷൻസ് അടുപ്പിച്ച് കിട്ടുന്നു. ദെൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തിരിക്കുകയാണ്. ആ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൻ്റെ ഉള്ളിലോട്ട് വാല്യൂസ് അസൈൻ ചെയ്തിരിക്കുന്നു. സോ അതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സ്കോർ ഓഫ് 0യുടെ ഉള്ളിൽ എത്ര? 98. സ്കോർ ഓഫ് 1ൽ 87. സ്കോർ ഓഫ് 2ൽ 92. സ്കോർ ഓഫ് 3 79. സ്കോർ ഓഫ് 4 85. അങ്ങനെ 5 എലമെൻറ്റ്സ് ഓരോ ഇതിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 മെമ്മറി ലൊക്കേഷൻ. 5 മെമ്മറി ലൊക്കേഷനിലെ സ്പേസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓരോ വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അറേയിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അറേ മെമ്മറി ലൊക്കേഷൻസിൻ്റെ ഉള്ളിലോട്ട് വാല്യൂസ് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അറേ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കാർ കോഡ് ഓഫ് 6 ഇസ് ഈക്വൽ ടു സാമ്പിൾ. കാർ കോഡ്, അതായത് നെക്സ്റ്റ് ക്യാരക്ടർ അറേ. നമുക്ക് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള അറേയാണ് ക്യാരക്ടർ അറേ. ഇപ്പം നോക്കൂ, ക്യാരക്ടർ എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്, കാർ എന്ന് പറയുന്നത്. സോ കോഡ് എന്ന് പറയുന്നത് ക്യാരക്ടർ അറേയുടെ പേരാണ്.
ദെൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, സൈസ് കൊടുത്തിട്ടുണ്ട് 6. അപ്പോൾ അതിൽ എസ് എന്ന് പറയുന്ന ഏതിൽ സ്റ്റോർ ചെയ്യും, കോഡ് ഓഫ് 0യിൽ എസ് സ്റ്റോർ ചെയ്യും, കോഡ് ഓഫ് 1ൽ എ, കോഡ് ഓഫ് 2ൽ എം സ്റ്റോർ ചെയ്യും, കോഡ് ഓഫ് 3 പി, അങ്ങനെ അപ് ടു കോഡ് ഓഫ് 5ൽ ഇ സ്റ്റോർ ചെയ്യും. നമുക്കറിയാം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്, അതുകൊണ്ട് കോഡ് ഓഫ് 5 വരെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ കാർ കോഡ് ഓഫ് 6ൽ എത്രയാണ് കിട്ടുക, ഓരോ ബൈറ്റ് വെച്ചിട്ടാണ് ഓരോ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് ഫ്ലോട്ട് അറേ. ഫ്ലോട്ട് WGPA ഓഫ് 7 ഈസ് ഈക്വൽ ടു കുറേ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അറേയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് അറേ. ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. അതിൻ്റെ വേരിയബിൾ അറേയുടെ പേര് എന്താ, WGPA ആണ് അറേയുടെ പേര്. ബ്രാക്കറ്റിൽ സൈസ് 7. അപ്പം നമുക്ക് 7 വാല്യൂസ് ഈ പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ എങ്ങനെ ഡിക്ലെയർ ചെയ്താൽ മതി, ഫ്ലോട്ടിംഗ് പോയിന്റ് അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. Initial values are stored in the order they are written, with the first value used to initialize element 0, the second value used to initialize element 1 and so on. അതായത് നമ്മൾ ഇവിടെ കണ്ടു ഈക്വൽ ടു ഇട്ടിട്ട് ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് കൊടുക്കുന്നത് വാല്യൂസ്. അപ്പോൾ ആ വാല്യൂസിലെ ഫസ്റ്റ് എലമെൻറ്റ് അറേയിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും, സെക്കൻഡ് എലമെൻറ്റ് അറേയുടെ സെക്കൻഡ് ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യും, തേർഡ് എലമെൻറ്റ് അറേയുടെ തേർഡ് ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ score of 0 initialized to 98, then score of 1 is initialized to 87, score of 2 is 92, score of 3 is 79 and score of 4 is 85. അപ്പം അങ്ങനെ ഈക്വൽ ടു കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് നമ്മുടെ അറേയിൽ ഫസ്റ്റ് പൊസിഷനിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നു, സെക്കൻഡ് പൊസിഷനിൽ സെക്കൻഡ് കൊടുത്തിരിക്കുന്ന എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നു, തേർഡിൽ തേർഡ് കൊടുത്തിരിക്കുന്ന എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ അപ് ടു ആ നമ്പർ കഴിയുന്ന വരെ നമ്മുടെ അറേയിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് അറ്റ് എ ടൈമിൽ അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു അറേ കാരണം. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് ഈ അറേയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നു, അടുപ്പിച്ചടുപ്പിച്ച് കുറേ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് അറേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. Dear students, so that's all for today. I will share you the slides for preparing the notes. So write down it neatly and send to me. If you have any doubt, you can feel free to talk to me. Thank you.